ഇവിടെ കൊടുത്തിരിക്കുന്ന കണക്കുകൾ മനക്കണക്കായിട്ട് ചെയ്യാൻ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചതാണ്. വീഡിയോ ഇഷ്ടമായാൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. കാരണം ഈ വീഡിയോയ്ക്ക് കമന്റ് ചെയ്യാൻ കഴിയില്ല. നിങ്ങളുടെ ഇഷ്ടങ്ങൾ ലൈക്കിലൂടെ മാത്രമേ എനിക്ക് അറിയുവാൻ കഴിയുകയുള്ളൂ. ഡിഫറൻസ് കാണുന്ന മറ്റൊരു രീതിയാണ് ഇനി പഠിക്കാൻ പോകുന്നത്. രണ്ട് ഈവൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ, ഇരട്ട സംഖ്യകളെയാണ് ഈവൻ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ രണ്ട് ഇരട്ട സംഖ്യകളാണ് എടുത്തിരിക്കുന്നത്. 18 - 12 ചെറിയ സംഖ്യകളാണ്. അപ്പോൾ 18ൽ നിന്ന് 12 മൈനസ് ചെയ്തപ്പോൾ കിട്ടുന്നത് 6 ആണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലായില്ലേ? 18 എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പേഴ്സ് ആണ്. അതേപോലെ 12 എന്ന് പറയുന്നതും ഒരു ഈവൻ നമ്പേഴ്സ് ആണ്. ഇവ തമ്മിൽ മൈനസ് ചെയ്തപ്പോൾ കിട്ടിയതും ഒരു ഈവൻ നമ്പേഴ്സ് ആണ്. അപ്പോൾ രണ്ട് ഈവൻ നമ്പേഴ്സിന്റെ മൈനസ് എപ്പോഴും എന്തായിരിക്കും? ഒരു ഈവൻ നമ്പേഴ്സ് ആയിരിക്കും. അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഈ ഒരു മെത്തേഡാണ് പറഞ്ഞിരിക്കുന്നത്. 18നെ 9 × 2 എന്നാക്കി മാറ്റുകയാണ്. 12നെ 6 × 2 രണ്ടിന്റെ ഗുണിതങ്ങളാക്കിയിട്ട് എഴുതുകയാണ്. 9 × 2 6 × 2. ഈ രീതിയിലുള്ള കണക്ക് നമ്മൾ പഠിച്ചത് 5ാം ക്ലാസ്സിലാണ്. അഡീഷൻ, സബ്സ്ട്രാക്ഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ, നമ്പർ റിലേഷൻ എന്ന പാഠഭാഗത്തിൽ പഠിച്ചതാണ്. ഈ കണക്ക് ചെയ്യുന്നത് കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല. എങ്കിലും ഒന്നുകൂടെ റിമൈൻഡ് ചെയ്യാം നമുക്ക്. 18 - 12 മറ്റൊരു രീതിയിൽ ചെയ്യാം. എങ്ങനെയാണ്? ഗുണിതങ്ങളായിട്ട് എഴുതിയിട്ട് രണ്ടിന്റെ ഗുണിതങ്ങളാക്കി എഴുതുകയാണ്. 9 × 2 -6 × 2. ഇവിടെ 9 × 2 എന്ന് പറയുമ്പോൾ 2 9 പ്രാവശ്യം വരുന്നുണ്ട്. ഇവിടെ 2 6 പ്രാവശ്യമാണ് വരുന്നത്. ഇവ തമ്മിൽ എങ്ങനെയാണ് മൈനസ് ചെയ്യുന്നത് എന്ന് തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? 9ൽ നിന്ന് 6 ആണ് മൈനസ് ചെയ്യേണ്ടത്. 9 - 6, പിന്നെ ഈ പൊതുവായിട്ടുള്ള ഇൻറ്റു 2 എന്നുള്ളത് പുറത്തേക്ക് എഴുതാം. അപ്പോൾ 9ൽ നിന്ന് 6 കുറയ്ക്കുമ്പോൾ 3 ആണ്. 3 × 2 6 ആണ്. രണ്ട് ഈവൻ നമ്പറുകൾ തമ്മിൽ മൈനസ് ചെയ്തപ്പോൾ കിട്ടിയതും ഒരു ഈവൻ നമ്പർ ആണ്. മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. നമ്മളിപ്പോൾ എടുത്തത് എന്താണ്? രണ്ട് ഈവൻ നമ്പേഴ്സ് ആണ് എടുത്തത്. ഏത് രണ്ട് ഈവൻ നമ്പേഴ്സ് എടുത്താലും ഇപ്പോൾ 20 - 10 ചെയ്ത് കഴിഞ്ഞാലും ആൻസർ കിട്ടുന്നത് എന്താണ്? 10 ആണ്. എന്തുകൊണ്ടാണ്? ഇത് ഈവൻ നമ്പേഴ്സ് ആണ്. ഇനിയിപ്പോൾ നമ്മൾ രണ്ട് ഓഡ് നമ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ 9 ഓഡ് നമ്പർ അല്ലേ? -3 ഓഡ് നമ്പർ ആണ്. ഇതിന്റെ മൈനസ് എന്താണ് വരുന്നത്? 6 ആണ് വരുന്നത്. 6 വരുന്നത് ഒരു ഈവൻ നമ്പേഴ്സ് ആണ്. എന്തുകൊണ്ടാണ് അത് അങ്ങനെ വരുന്നത് എന്നാണ് ഇവിടെ പരിശോധിക്കുന്നത്. രണ്ട് ഓഡ് നമ്പേഴ്സ് എടുക്കുകയാണ്. 325 - 137. 325 - 137. 325നെ നമ്മളിവിടെ മാറ്റി എഴുതുകയാണ്. 324 + 1. അതേപോലെ 137നെ മാറ്റി എഴുതുകയാണ്. 136 + 1. അപ്പൊ ഇവിടെ രണ്ട് സൈഡിൽ എന്താണ്? 1 കോമൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ 1 ഒഴിവാക്കി കഴിഞ്ഞാൽ എന്താണ് കിട്ടുന്നത്? 324 - 136 ആണ്. ഇതെന്തായിട്ട് മാറി? രണ്ട് ഈവൻ നമ്പേഴ്സ് ആയിട്ട് മാറി. രണ്ട് ഈവൻ നമ്പേഴ്സിന്റെ മൈനസ് എന്തായിരിക്കും? ഒരു ഈവൻ നമ്പർ ആയിരിക്കും. അതുകൊണ്ട് രണ്ട് ഓഡ് നമ്പറുകൾ മൈനസ് ചെയ്താൽ കിട്ടുന്നതും എന്താണ്? ഈവൻ നമ്പേഴ്സ് ആണ്. ഇവിടെ നോക്കുക. 325 - 137 ഈസ് ഈക്വൽ ടു 324 - 136 ആണ്. അതുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ നമുക്ക് ശ്രമിക്കാം. ആദ്യത്തെ പ്രോബ്ലമാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ പഠിച്ചത് എന്താണ്? ഒരു ഈവൻ നമ്പേഴ്സിൽ നിന്ന് മറ്റൊരു ഈവൻ നമ്പേഴ്സ് മൈനസ് ചെയ്താൽ കിട്ടുന്നത് ഈവൻ നമ്പർ തന്നെയാണ്. അതേപോലെ ഒരു ഓഡ് നമ്പറിൽ നിന്ന് മറ്റൊരു ഓഡ് നമ്പർ മൈനസ് ചെയ്ത് കഴിഞ്ഞാലും ഈവൻ നമ്പറാണ് കിട്ടുന്നത്. പക്ഷെ ഇവിടെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. മൾട്ടിപ്പിൾ ഓഫ് 3, അതായത് 3ന്റെ ഏത് മൾട്ടിപ്പിൾസ് എടുത്തു കഴിഞ്ഞാലും അതിൽ നിന്ന് ഒരു മൾട്ടിപ്പിൾസിൽ നിന്ന് മറ്റൊരു മൾട്ടിപ്പിൾസ് കുറച്ചാൽ കിട്ടുന്നത് 3ന്റെ മൾട്ടിപ്പിൾ തന്നെയായിരിക്കും. വൈ എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ആദ്യം ആയിട്ട് കണ്ടെത്തേണ്ടത് എന്താണ്? 3ന്റെ മൾട്ടിപ്പിൾസിൽ നിന്ന് ഏതെങ്കിലും രണ്ട് സംഖ്യകൾ എടുക്കുക. അവ തമ്മിൽ മൈനസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 3ന്റെ മൾട്ടിപ്പിൾ ആണോ കിട്ടുന്നത് എന്ന് ആദ്യം പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം രണ്ട് സംഖ്യകൾ എടുക്കാം. 12 9 എടുക്കാം. 12 - 9. ഡയറക്റ്റ് ആയിട്ടല്ല നമ്മൾ മൈനസ് ചെയ്യുന്നത്. 12നെ മാറ്റി എഴുതുകയാണ്. 4 × 3 -9നെ 3 × 3. 4 മൂന്നുകളാണുള്ളത്. ഇവിടെ 3 മൂന്നുകളാണ് ഉള്ളത്. 4ൽ നിന്ന് 3 മൈനസ് ചെയ്തിട്ട് അതിനെ 3 കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്യുന്നത്. 5ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. 4 - 3 × 3. അതായത് ഇവിടെ 3 4കളും ഇവിടെ 3 മൂന്നുകളും. 4ൽ നിന്ന് 3 കുറച്ചിട്ട് അതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 4 - 3 കിട്ടുന്നത് എന്താണ്? 1 ആണ്. 1 × 3 വരുന്നത് 3 തന്നെയാണ്. ഇനി മറ്റൊരു സംഖ്യ എടുത്തു നോക്കാം. 21 -
6 എടുത്ത് നോക്കാം. 21 വരുന്നത് 3 ഇൻറ്റു 7 ആണ്. മൈനസ് 6 വരുന്നത് 3 ഇൻറ്റു 2 ആണ്. ഇവിടെ എന്ത് ചെയ്യണം? 7 മൂന്നുകളാണുള്ളത്, ഇവിടെ 2 മൂന്നുകളാണുള്ളത്. അതുകൊണ്ട് 7 മൈനസ് 2 ഇൻറ്റു 3 എന്ന് എഴുതാം. ഈക്വൽ ടു 7 നിന്ന് 2 കുറച്ചാൽ കിട്ടുന്നത് എത്രയാണ്? 5 ആണ് അല്ലേ? 7 മൈനസ് 2 5. 5 ഇൻറ്റു 3 ആൻസർ കിട്ടുന്നത് 15. 15 എന്ന് പറയുന്നത് ഈ ടേബിളിലുണ്ടല്ലോ, അതായത് 3 ഇൻറ്റു 5, 3ന്റെ ഗുണിതങ്ങൾ തന്നെയാണ് അത്. ആൻസർ കിട്ടിക്കഴിഞ്ഞു. ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. ഇനി ആൻസർ കിട്ടേണ്ടത് y എന്നാണ്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ കിട്ടാൻ കാരണം? ദ ഡിഫറൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് 3 ഈസ് 3. 3, 6, 9. അപ്പോൾ ഇത് കോൺസിക്യൂട്ടീവ് ആയിട്ട് വരുന്ന നമ്പേഴ്സ് ആണ്. ഇവിടെ നോക്കൂ, 3ൽ നിന്ന് 6ലേക്കുള്ള ദൂരം എന്താണ്? 3 ആണ് അല്ലേ? 6ൽ നിന്ന് 9ലേക്കുള്ള ദൂരവും എന്താണ്? 3 ആണ്. 9ൽ നിന്ന് 12ലേക്കുള്ള ദൂരവും 3 ആണ്. ഒരു ഈക്വൽ ഡിസ്റ്റൻസ് വെച്ചിട്ടാണ് അത് പോകുന്നത്. ഇവിടെ 6ൽ നിന്ന് 3 കുറയ്ക്കുമ്പോൾ എന്താണ്? 3 ആണ് കിട്ടുന്നത്. 9ൽ നിന്ന് 3 ആണ് കുറയ്ക്കുമ്പോൾ എന്താണ്? 2 3 ആണ് കിട്ടുന്നത്. 2 3 എന്ന് പറഞ്ഞാൽ എന്താണ്? 6. അതെന്താണ്? 3ന്റെ മൾട്ടിപ്പിൾസ് ആണ്. അതുകൊണ്ടാണ് 3ന്റെ ഒരു മൾട്ടിപ്പിളിൽ നിന്ന് മറ്റൊരു 3ന്റെ മൾട്ടിപ്പിൾസ് കുറയ്ക്കുമ്പോൾ എപ്പോഴും 3ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നത്. If two numbers leave remainder 1 on dividing by 3, അതായത് ഏതെങ്കിലും സംഖ്യയെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്ത് കിട്ടണം? 1 കിട്ടണം. അങ്ങനെ കിട്ടുന്ന സംഖ്യകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരിക്കും? 3ന്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കും. അതിന്റെ ആൻസർ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം എന്താണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? ദ നമ്പേഴ്സ് ഗെറ്റിംഗ് റിമൈൻഡർ 1 വെൻ ഡിവൈഡിങ് ബൈ 3. അങ്ങനെയുള്ള നമ്പേഴ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇങ്ങനെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ആദ്യം എന്ത് ചെയ്യാം? മൾട്ടിപ്പിൾസ് ഓഫ് 3 എഴുതാം. മൾട്ടിപ്പിൾ ഓഫ് 3 എന്താണ്? 3, 6, 9, 12. ഇവയൊക്കെയാണ് 3ന്റെ മൾട്ടിപ്പിൾസ്. ഇത് ഈ സംഖ്യകളൊക്കെ എന്താണ്? 3ന് ഡിവിസിബിൾ ആണ്. റിമൈൻഡർ 1 കിട്ടണമെങ്കിൽ എന്ത് ചെയ്യാം? 3ന്റെ കൂടെ 1 കൂട്ടുക. എത്രയാണ് കിട്ടുന്നത്? 4 കിട്ടി. അടുത്തത് 6ന്റെ കൂടെ 1 കൂട്ടാം, 7. പിന്നെ 9ന്റെ കൂടെ 1 കൂട്ടിക്കഴിഞ്ഞാൽ 10. പിന്നെ 12ന്റെ കൂടെ 1 കൂട്ടിക്കഴിഞ്ഞാൽ 13. ഇങ്ങനെ വരുന്ന സംഖ്യകളൊക്കെ എന്താണ്? റിമൈൻഡർ 1 കിട്ടും. നമുക്ക് നോക്കാം. 7നെ 3 കൊണ്ട് ഹരിച്ചു നോക്കാം. 3 ഇൻറ്റു 2 6. റിമൈൻഡർ 1 കിട്ടുന്നില്ലേ? കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ സംഖ്യ ഇത് എടുക്കാം, 7 എന്ന് എടുക്കാം. 7 മൈനസ്, പിന്നെ ഇവിടെ 4. 4നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താലോ? 1 ഇൻറ്റു 3 3. റിമൈൻഡർ 1 കിട്ടുന്നുണ്ട്. 7 മൈനസ് 4. 7 മൈനസ് 4 കിട്ടുന്നത് എന്താണ്? 3 ആണ്. 3 3ന്റെ മൾട്ടിപ്പിൾ ആണ്. അതേപോലെ നമുക്ക് 13 എന്ന സംഖ്യ എടുക്കാം. 13 മൈനസ് 4 എടുക്കാം. എത്രയാണ്? 9 ആണ് കിട്ടുന്നത്. 9 3ന്റെ മൾട്ടിപ്പിൾസ് അല്ലേ? ആണ്. 3 കൊണ്ട് ഹരിക്കുമ്പോൾ 1 റിമൈൻഡർ വരുന്ന ഏത് സംഖ്യകൾ തമ്മിൽ മൈനസ് ചെയ്താലും കിട്ടുന്നത് 3ന്റെ ഗുണിതമാണ്. കാരണം എന്താണ്? നേരത്തെ പറഞ്ഞ അതേ കാരണമാണ്. ഇവിടെ നോക്കുക, കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എടുക്കാം. 4, 7, 10, 13. ഇവിടെ എന്താണ്? 4ഉം 7ഉം തമ്മിലുള്ള വ്യത്യാസം 3 ആണ്. 7ഉം 10ഉം തമ്മിലുള്ള വ്യത്യാസം എന്താണ്? 3 ആണ്. 10ഉം 13ഉം തമ്മിലുള്ള വ്യത്യാസം എന്താണ്? 3 ആണ്. അതുകൊണ്ടാണ് അവയുടെ ഡിഫറൻസും എന്തായിട്ട് വരുന്നത്? 3ന്റെ ഗുണിതങ്ങളായിട്ട് വരുന്നത്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആർ 3. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എടുക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യനായിട്ട് സാമ്യമുള്ളത് തന്നെയാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യനും. ആദ്യത്തെ എന്താണ്? റിമൈൻഡർ 1 ആണ്. രണ്ടാമത്തത് റിമൈൻഡർ 2 ആണ്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ദ നമ്പേഴ്സ് ഗെറ്റിംഗ് റിമൈൻഡർ 2 വെൻ ഡിവൈഡ് ബൈ 3. വളരെ എളുപ്പമല്ലേ? ആദ്യം എന്ത് ചെയ്യാം? 3ന്റെ മൾട്ടിപ്പിൾസ് എടുക്കാം. 3, 6, 9, 12. ഇതിന്റെ കൂടെ എന്ത് ചെയ്യുക? ഓരോ സംഖ്യയുടെ കൂടെ എന്ത് ചെയ്യുക? 2 കൂട്ടുക. 3 പ്ലസ് 2 5 ആണ് വരുന്നത്. 6 പ്ലസ് 2 8, 9 പ്ലസ് 2 11, 12 പ്ലസ് 2 14. ഏതെങ്കിലും ഒരു സംഖ്യ ചെയ്ത് നോക്കാം. 14 ചെയ്ത് നോക്കാം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എത്രയാണ്? 4 ഇൻറ്റു 3 12. റിമൈൻഡർ വരുന്നത് 2 ആണ്. അപ്പോൾ ഇതിന്റെ ഡിഫറൻസ് ഒന്ന് ചെയ്ത് നോക്കാം. ആദ്യമായിട്ട് ചെയ്യാം. 14 മൈനസ് 5 ചെയ്ത് നോക്കാം. എത്രയാണ് കിട്ടുന്നത്? 9 ആണ്. 3ന്റെ ഗുണിതമാണ് അല്ലേ? 3 ഇൻറ്റു 3. 11 മൈനസ് 5 ചെയ്ത് നോക്കാം. എത്രയാണ് കിട്ടുന്നത്? 6 ആണ് കിട്ടുന്നത് അല്ലേ? 3 ഇൻറ്റു 2 6 ആണ്. ഇവിടെയും 3ന്റെ ഗുണിതങ്ങൾ തന്നെയാണ് കിട്ടുന്നത്. ആൻസർ എന്തായിരിക്കും? ഇവിടെ നിങ്ങൾ നോക്കൂ. 3 പ്ലസ് 3 6, 6 പ്ലസ് 3 9, 9 പ്ലസ് 3 12. ഇവ തമ്മിലുള്ള കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? 3. താഴെയായി റിമൈൻഡർ 2 വരുന്ന സംഖ്യകൾ നോക്കൂ. 5, 8, 11, 14. 5ഉം 8ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്?
മൂന്നാണ്. 8ഉം 11ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 3ആണ്. 11ഉം 14ഉം തമ്മിലുള്ള വ്യത്യാസം എന്താണ്? 3ആണ്. അതുകൊണ്ടാണ് 3 കൊണ്ട് ഹരിക്കുമ്പോൾ റിമൈൻഡർ 2 വരുമ്പോഴും ആ സംഖ്യകൾ തമ്മിൽ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 3ന്റെ ഗുണിതമായിട്ട് വരുന്നത്. അപ്പോൾ കഴിഞ്ഞ അതേ ആൻസർ തന്നെയാണ്. അത് തന്നെ നിങ്ങൾക്ക് ഇവിടെ എഴുതാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. 3ന് പകരം 4 ആണെങ്കിൽ എന്താണ് സംഭവിക്കുക? അതായത് 4ന്റെ മൾട്ടിപ്പിൾസിന്റെ മൈനസ് 4ന്റെ മൾട്ടിപ്പിൾ ആണ്. എന്തുകൊണ്ടാണെന്നാണ് ആദ്യ ചോദ്യം. അപ്പോൾ എന്ത് ചെയ്യണം? ആദ്യം മൾട്ടിപ്പിൾ ഓഫ് 4 എഴുതണം. 4ന്റെ മൾട്ടിപ്പിൾസ് എഴുതുകയാണ്. 4, 8, 12, 16. രണ്ട് സംഖ്യകൾ തമ്മിൽ കുറച്ച് നോക്കാം. ആദ്യം 8 മൈനസ് 4 നോക്കുക. 8 ആദ്യം എന്ത് ചെയ്യാം? 4ന്റെ മൾട്ടിപ്പിൾസ് ആക്കിയിട്ട് എഴുതുക. 4 ഇൻറ്റു 2 മൈനസ് 4ന് 1 ഇൻറ്റു 4. 4 രണ്ടെണ്ണമുണ്ട്, ഇവിടെ ഒന്നാണുള്ളത്. അപ്പോൾ 2ൽ നിന്ന് 1 മൈനസ് ചെയ്യണം. 2 മൈനസ് 1 ഇൻറ്റു 4 ഈക്വൽ ടു 4. അപ്പോൾ 4ന്റെ മൾട്ടിപ്പിൾ ആണ് കിട്ടുന്നത്. അടുത്ത രണ്ട് സംഖ്യകൾ എടുക്കുകയാണ്. 16, 8. 16ന് 4ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതുമ്പോൾ 4 ഇൻറ്റു 4 എഴുതാം. മൈനസ് 8നെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതുമ്പോൾ 2 ഇൻറ്റു 4 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ എത്രയാണ്? 4 നാലുകളുണ്ട്. ഇവിടെ 4 രണ്ടെണ്ണമാണ് ഉള്ളത്. അപ്പോൾ 4ൽ നിന്ന് 2 മൈനസ് ചെയ്യുക. ഇൻറ്റു 4. അപ്പോൾ 2 ഇൻറ്റു 4 കിട്ടുന്നത് 8 തന്നെയാണ്. 8 എന്താണ്? 4ന്റെ മൾട്ടിപ്പിൾസ് ആണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? അതായത് 4ന്റെ മൾട്ടിപ്പിൾസ് എടുക്കുകയാണെങ്കിൽ, കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ 4 പ്ലസ് 4 8, 8 പ്ലസ് 4 12, 12 പ്ലസ് 4 16 വരുന്നത്. അതുകൊണ്ടാണ് അവ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? അതിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നത്. വൈ എന്ന ചോദ്യത്തിനുള്ള ആൻസർ ഇതാണ്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് 4 ഈസ് 4. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. വാട്ട് ഓൾ തിങ്സ് ക്യാൻ സേ ഇഫ് വി ടേക്ക് 4 ഇൻസ്റ്റെഡ് ഓഫ് 3 ഇൻ ദ ലാസ്റ്റ് പ്രോബ്ലം. കഴിഞ്ഞ പ്രോബ്ലംസിൽ 3ന് പകരം 4 എടുക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ആദ്യം നമ്മൾ 3ന്റെ മൾട്ടിപ്പിൾസ് ആണ് എഴുതിയിരുന്നത്. അതിന് പകരമായിട്ട് ഇവിടെ മൾട്ടിപ്പിൾസ് ഓഫ് 4 എഴുതണം. ഇതൊക്കെയാണ് 4, 8, 12, 16. ദ നമ്പേഴ്സ് ഗെറ്റിംഗ് റിമൈൻഡർ 1 വെൻ ഡിവൈഡിങ് ബൈ 4. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ വരുന്നത്. ഇവിടെ 5 എടുക്കാം. 5 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ് റിമൈൻഡർ വരുന്നത്? 1 ആണ്. 13 ആണെങ്കിലോ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ്? 1 ആണ് റിമൈൻഡർ വരുന്നത്. ഇങ്ങനെയുള്ള സംഖ്യകളെ മൈനസ് ചെയ്യുമ്പോൾ എന്തായിരിക്കണം? 4ന്റെ ഗുണിതങ്ങളായിരിക്കണം കിട്ടേണ്ടത്. ആദ്യത്തെ മൈനസ് ചെയ്ത് നോക്കാം. 9 മൈനസ് 5 ചെയ്ത് നോക്കാം. ആൻസർ കിട്ടുന്നത് 4 ആണ്. എന്താണ്? 4ന്റെ ഗുണിതമാണ്. അടുത്ത രണ്ട് സംഖ്യകൾ എടുക്കാം. 16, 8 എടുത്ത് നോക്കാം. 16 മൈനസ് 8 വരുന്നത് 8 ആണ്. അപ്പോൾ 8 എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു 2, 4ന്റെ ഗുണിതമായിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് ശരിയായി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? നമ്പേഴ്സ് ഗെറ്റിംഗ് റിമൈൻഡർ 2 വെൻ ഡിവൈഡിങ് ബൈ 4. 4ന്റെ മൾട്ടിപ്പിൾസിന്റെ കൂടെ എന്ത് ചെയ്താൽ മതി? 2 ആഡ് ചെയ്താൽ മതി. 4ന്റെ കൂടെ 2 ചെയ്തപ്പോൾ 6, 8ന്റെ കൂടെ 2 കൂട്ടിയപ്പോൾ 10, 12ന്റെ കൂടെ 2 കൂട്ടിയപ്പോൾ 14, 16ന്റെ കൂടെ 2 കൂട്ടിയപ്പോൾ 18 കിട്ടി. റിമൈൻഡർ കിട്ടുന്നത് നോക്കാം. 18നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 4 ഇൻറ്റു 4 16 വരുന്നുണ്ട്. ബാക്കി 2. റിമൈൻഡർ എത്രയാണ് കിട്ടുന്നത്? 2 ആണ്. അങ്ങനെയുള്ള സംഖ്യകൾ തമ്മിൽ മൈനസ് ചെയ്ത് നോക്കാം. 18 മൈനസ് 6 ആണ് ആദ്യമായിട്ട് ചെയ്ത് നോക്കുന്നത്. ആൻസർ കിട്ടുന്നത് 12 ആണ്. 4 ഇൻറ്റു 3 ആണ് 12 വരുന്നത്. ഇങ്ങനെ വരാനുള്ള കാരണം എന്താണ്? കഴിഞ്ഞ ചോദ്യത്തിൽ എഴുതിയതാണ്. അത് തന്നെ കുട്ടികൾക്ക് റിപ്പീറ്റ് ചെയ്ത് എഴുതാം. കാരണം ഇവിടെ മൾട്ടിപ്പിൾസ് ഓഫ് 4 വരുമ്പോൾ 4ഉം 8ഉം തമ്മിലുള്ള വ്യത്യാസം 4 ആണ്. 8ഉം 12ഉം തമ്മിലുള്ള വ്യത്യാസം എന്താണ്? 4 ആണ്. കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് വരുമ്പോൾ വ്യത്യാസം 4 ആണ്. അതേപോലെ റിമൈൻഡർ 1 വരുമ്പോൾ അത് തന്നെയാണ് സംഭവിക്കുന്നത്. 5 പ്ലസ് 4 9, 9 പ്ലസ് 4 ആണ് 13 വരുന്നത്. ഇവിടെ 2ന്റെ റിമൈൻഡർ എടുക്കുമ്പോഴും അതേ വ്യത്യാസം വരുന്നതാണ്. 6ന്റെ കൂടെ 4 കൂട്ടിയാലാണ് 10 കിട്ടുന്നത്. 10ന്റെ കൂടെ 4 കൂട്ടിയാലാണ് 14 കിട്ടുന്നത്. അതുകൊണ്ടാണ് ഈ സംഖ്യകളുടെ മൈനസും എന്തായിട്ട് വരുന്നത്? മൾട്ടിപ്പിൾസ് ഓഫ് 4 ആയിട്ട് വരുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ടു നമ്പേഴ്സ് ലീവ് ദ സെയിം റിമൈൻഡർ ഓൺ ഡിവിഷൻ ബൈ എ നമ്പർ, വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ ഡിഫറൻസ് ഓഫ് ദീസ് നമ്പേഴ്സ് ആൻഡ് ദ ഡിവൈഡിങ് നമ്പർ? നമ്മൾ രണ്ട് നമ്പേഴ്സ് എടുക്കുക. ആ നമ്പേഴ്സിനെ ഒരു സംഖ്യ കൊണ്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ സെയിം റിമൈൻഡർ ആണ് കിട്ടുന്നതെങ്കിൽ ആ രണ്ട് സംഖ്യകൾ തമ്മിൽ മൈനസ് ചെയ്താൽ കിട്ടുന്ന സംഖ്യയും ഡിവൈഡ് ചെയ്ത നമ്പറും തമ്മിലുള്ള സാമ്യം എന്താണ്? അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ബന്ധം എന്താണ്? എന്തായിരിക്കും അവ തമ്മിലുള്ള ബന്ധം? ഇവിടെ നമ്മൾ മുമ്പേ 3 കൊണ്ടും 4 കൊണ്ടും ചെയ്തു നോക്കിയതാണ്. ഇവിടെ ഞാൻ 5 ആണ് എടുക്കുന്നത്. ദ നമ്പേഴ്സ് ഗെറ്റിംഗ് റിമൈൻഡർ 1 വെൻ ഡിവൈഡിങ് ബൈ 5. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ കിട്ടുന്ന നമ്പേഴ്സ് എടുക്കാം. ഏതെങ്കിലും 2 നമ്പേഴ്സ് എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനിവിടെ 4 നമ്പേഴ്സ് എടുത്തിട്ടുണ്ട്. 2 നമ്പേഴ്സ് തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ചെയ്തു നോക്കാം. അപ്പോൾ 5ന്റെ മൾട്ടിപ്പിൾസ് എങ്ങനെയാണ് വരുന്നത്? 5, 10, 15, 20 എന്നാണ്. 1 റിമൈൻഡർ വരുന്നെങ്കിൽ ഇവിടെ 5ന് പകരം 6 വരണം, 10ന് പകരം 11, 16, 21 അങ്ങനെയാണ് വരേണ്ടത്. അപ്പോൾ നമ്മൾ രണ്ട് സംഖ്യകൾ എടുത്തു നോക്കുകയാണ്. 21ഉം 6ഉം എടുത്തു നോക്കുകയാണ്. 21ഉം 6ഉം തമ്മിൽ മൈനസ് ചെയ്താൽ കിട്ടുന്നത് 15 ആണ്. 15 എന്താണ്? 5ന്റെ ഗുണിതമാണ്.
അപ്പോൾ 5 എന്ന സംഖ്യ കൊണ്ടാണ് സംഖ്യകളെ ഡിവൈഡ് ചെയ്തത്. ആ സംഖ്യകൾ തമ്മിൽ ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയത് എന്താണ്? 5ന്റെ ഗുണിതമാണ്. അപ്പോൾ ആ റിലേഷനാണ് നമ്മൾ എഴുതേണ്ടത്. ഇഫ് ടു നമ്പേഴ്സ് ഗേവ് സെയിം റിമൈൻഡർ വെൻ ഡിവൈഡിങ് ബൈ എ നമ്പർ, ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ സെയിം റിമൈൻഡർ ആണ് കിട്ടുന്നതെങ്കിൽ ദെൻ ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് നമ്പർ, ആ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള ഡിഫറൻസ് വിൽ ബി എ മൾട്ടിപ്പിൾ ഓഫ് ദ ഡിവൈഡിങ് നമ്പർ. ഏത് സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴാണോ റിമൈൻഡർ 1 കിട്ടിയത് ആ സംഖ്യയുടെ ഗുണിതമായിരിക്കും. ഈ പേജുകളിലെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്തി കഴിഞ്ഞു. അടുത്തത് പാഠഭാഗത്തിന്റെ തുടർച്ചയാണ്. അത് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാ കൂട്ടുകാരും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും.